എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഈ ഫെമിനിച്ചിലോട്ട് എത്താനുള്ളൊരു കാരണം ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ എനിക്കിവരെ താമറിനെ മാത്രമേ അറിയുള്ളൂ. താമര ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ എന്താ പറയുക നമ്മളെ മെസ്സഞ്ചേഴ്സ് വന്നിട്ട് എൻ്റെ നമ്പർ ചോദിച്ച്, ഞങ്ങൾ പരിചയം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ഫാസിലിനും എന്നെ അറിയാം. ഇതുപോലെ ശ്രീധന്യ കാറ്ററിംഗ് എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആൾക്കറിയാം. അപ്പോൾ താമർ അത് കൊടുത്ത നമ്പറിൽ ഫാസിൽ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിനായതിന് താമറിനോടാണ് എപ്പോഴും എന്താ പറയുക, എപ്പോഴും താമറിൻ്റെ മനസ്സിലുണ്ട് എനിക്ക്. കാരണം താമർ ഫാസിലിന് കൊടുത്തു, ഫാസിൽ വിളിച്ചു. അതുപോലെ തന്നെ സ്കറിയ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇവരോട് എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സും ഒരു രക്ഷയില്ലാത്ത ആക്ടേഴ്സാട്ടോ. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേ നമ്മൾ നോക്കിക്കാം, നമ്മളെ സീനില്ലാത്ത സമയത്ത് നോക്കി കാണുമ്പോൾ ഇവരെന്ത് വളരെ ഭംഗിയായിട്ട് അഭിനയിക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് ഇവർക്ക് ഭയങ്കര ഒപ്പത്തിനൊപ്പം. എല്ലാവരും മോശക്കാരില്ല. ചെറിയ മോനൊക്കെ കണ്ടില്ലേ, കിടക്കയായിട്ട് വരുന്നവര്, കിടക്ക കൊണ്ടുപോയിട്ട് അവിടുന്ന് വരുന്ന ചീത്ത പറയാൻ വരുന്ന ആളുകൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തിലെ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സീനുകളിലൊക്കെ അവിടെയുള്ള ആളുകളെ ഫാസിലിന് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.